ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തെ പറ്റി മനസ്സിലാക്കാം. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈനിക നിരീക്ഷണം. ശ്ലോകം 1. ധൃതരാഷ്ട്രോവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാദയുത്സവഃ മാമകാ പാണ്ഡവാ ചൈവ കിമകുർവത സഞ്ജയ. വിവർത്തനം. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സവരായി ഒന്നിച്ചുകൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? ഭാവാർത്ഥം. അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിൻ്റെ രത്നചുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാനിൽ നിന്നു തന്നെ ആ ഉദ്ദേശം കേട്ടു ഗ്രഹിച്ച അർജുനൻ്റെ വഴി ശിക്ഷ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു ഉദ്ദേശവും വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിൽ എന്ന പോലെ ഗീതയിലുണ്ട് മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത്. മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രവുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത്. കുരുക്ഷേത്രത്തിലെ പോർ നിലത്തുവെച്ചാണ് ഇതിൻ്റെ ഉൽപ്പത്തിയെന്നും നമുക്കറിയാം. സ്മരണാതീതമായ ദൈവിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത്. മനുഷ്യവർഗത്തിന് വഴി കാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിപ്പിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത. ഇവിടെ ധർമ്മക്ഷേത്രേ, ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം എന്ന വാക്ക് ഏറ്റവും സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനൻ്റെ ഭാഗത്താണല്ലോ. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവർ എന്തു ചെയ്തു എന്ന്. തൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർ നിലത്തിലെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരൊത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല. തൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്കു പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർ നിലമായിട്ടിട്ടുള്ളത്. ആ പാവന സ്ഥലത്തിൻ്റെ സ്വാധീനശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീനശക്തി അർജുനനും പാണ്ഡവപുത്രന്മാർക്കും സഹായമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം. വ്യാസശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവൻ്റെ കരുണയായി ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലിരുന്നു കൊണ്ടു തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധതരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് ധൃതരാഷ്ട്ര സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെപ്പറ്റി ആരായുന്നത്. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡവരുടെയും മക്കൾ. ധൃതരാഷ്ട്രരുടെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തൻ്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വച്ച് വിളാനിലത്തിൽ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനാദികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടു വാഴിക്കുമെന്നും ഇതിൻ്റെ തുടക്കത്തിൽ നിന്നു തന്നെ വ്യക്തമാക്കുന്നതാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.